സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരിടത്താണ്. 8 കൊല്ലം മുൻപ് 2017 ജൂലൈ 29-ന് പുലർച്ചെ ഉമ്മ മകളുടെ മുറിയിലേക്ക് ചെന്നു. പരീക്ഷയാണ്, എന്നെ പുലർച്ചെ വിളിച്ചുണർത്തണം എന്ന് രാത്രി ഉമ്മയോട് പറഞ്ഞിട്ടാണ് ആ 16-കാരി ഉറങ്ങാൻ കിടന്നത്. തലേ ദിവസം രാത്രി 10 മണിയോടെ ഉമ്മ അവളുടെ മുറിയിലെത്തിയപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോഴേക്കും അവർ വീണ്ടും മകളുടെ മുറിയിലെത്തി. അവൾക്ക് ചിലപ്പോൾ ഉറക്കം വന്നേക്കാം. കട്ടൻ ചായയും കൊണ്ടാണ് ഉമ്മ വന്നത്. കട്ടൻ ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അവർ ഉറങ്ങാനായിപ്പോയി. പുലർച്ചെ മകളെ വിളിച്ചുണർത്താനായി അവർ അലാറം വെച്ചിരുന്നു. അലാറത്തിൻ്റെ ശബ്ദം കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത്. കണ്ണും തിരുമ്മി നേരെ മകളുടെ മുറിയിലേക്ക് പോയി. കതക് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മുറിയിലെ ലൈറ്റ് ഇട്ടു. പെൺകുട്ടി കിടക്കയിൽ കമിഴ്ന്നു കിടക്കുകയാണ്. ഉറങ്ങുകയായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത്. ആ കിടപ്പിൽ എന്തോ ഒരു അസ്വാഭാവികത അവർക്ക് തോന്നി. അവർ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു. അവളുടെ വസ്ത്രങ്ങളൊന്നും സാധാരണ നിലയിലായിരുന്നില്ല. കഴുത്തിൽ ആരോ മുറുക്കി പിടിച്ചതുപോലെ, കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ മകളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ കുറച്ചു നേരം നിന്നു. അവൾ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല. അവർ അടുത്ത മുറിയിലേക്ക് പോയി ഭർത്താവിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. അയാളും ഞെട്ടി എഴുന്നേറ്റ് മകളുടെ മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം, തൻ്റെ മകളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞതോടുകൂടി അവർ അലറി വിളിച്ചു കരഞ്ഞു. പുലർച്ചെയുടെ നിശബ്ദതയിൽ അവരുടെ ശബ്ദം വല്ലാത്തൊരു ഭയമുണ്ടാക്കി. അയൽപ്പക്കത്തുള്ള പലരും ഈ അലറി കരച്ചിൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത്. നിലവിളി കേട്ടവർ ആ വീട്ടിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വീടും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഓടിക്കൂടിയവരിൽ ചിലർ അവൾ കിടന്നിരുന്ന മുറിക്കകത്തേക്ക് കയറി. അപ്പോഴാണ് കട്ടിലിനടിയിൽ ഒരു വലിയ പ്ലാസ്റ്റിക് കയർ കിടക്കുന്നത് കണ്ടത്. അവളുടെ ബാപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാൾ തൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നതായിരുന്നു ആ പ്ലാസ്റ്റിക് കയർ. അങ്ങനെ 1-2 മണിക്കൂറുകൾ കടന്നുപോയി. അപ്പോഴേക്കും നേരം നന്നായി വെളുത്തിരുന്നു. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടി കിടന്നിരുന്ന മുറി വിശദമായി പരിശോധിച്ചു. അതെ, അവളെ ആരോ കൊലപ്പെടുത്തിയതാണ്. അക്കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി. കുറച്ചു സമയത്തിനകം തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. തെളിവുകളെല്ലാം ശേഖരിച്ചു. പിന്നെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടി മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നാണ്. അതായത് ആരോ അവളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം അവളുടെ മൃതദേഹം ആരോ ലൈംഗികമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരുടെയും സംശയമുന നീണ്ടത് ഒരാളിലേക്കായിരുന്നു, ആ പെൺകുട്ടിയുടെ ബാപ്പയുടെ നേർക്ക്. അദ്ദേഹം തൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മുറിയിലെ കട്ടിലിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. അയാളുടെ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരിക്കുന്ന കയർ അയാൾ അറിയാതെ എങ്ങനെയാണ് അവളുടെ മുറിയിലെ കട്ടിലിനടിയിൽ എത്തുന്നത്? ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ബാപ്പയെയാണ് എല്ലാവരും സംശയിച്ചത്. എന്നാൽ ഒരാൾ മാത്രം ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. അവളെ ജീവനായിരുന്നു അദ്ദേഹത്തിന്. പെൺകുട്ടിയുടെ ഉമ്മയായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. സ്വാഭാവികമായും പോലീസിൻ്റെയും സംശയം അദ്ദേഹത്തിൻ്റെ നേരെ തന്നെയാണ് നീണ്ടത്. സംഭവം നടന്ന മുറിയിൽ കണ്ടെത്തിയ വിരലടയാളം പെൺകുട്ടിയുടെ ബാപ്പയുടേതാണെന്നായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു പോലീസിൻ്റെ വാദം. 9 പ്രാവശ്യം പോലീസ് അയാളെ ചോദ്യം ചെയ്തു. പക്ഷേ പ്രതി അദ്ദേഹമാണെന്ന് ഉറപ്പിക്കാൻ തക്ക വിധത്തിലുള്ള യാതൊരു തെളിവുകളും ആ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് കിട്ടിയില്ല. പക്ഷേ നാട്ടുകാരിൽ പലർക്കും ഉറപ്പുണ്ടായിരുന്നു, ഒരിക്കലും അയാളത് ചെയ്യില്ല. പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കാണാനില്ലായിരുന്നു. അത് കൊലയാളി എടുത്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല, പെൺകുട്ടിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാനുള്ള വാതിലുമുണ്ടായിരുന്നു. ആ വാതിൽ തുറന്നാണ് കിടന്നിരുന്നത്. അതായത് പുറത്തു നിന്നുള്ള ആരോ മുറിക്കകത്തേക്ക് കടന്ന് കൃത്യം നടത്തിയിട്ട് അതേ വാതിലിലൂടെ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. അങ്ങനെ അവളുടെ മാതാപിതാക്കൾ കേസ് മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അതോടെ ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ലോക്കൽ പോലീസ് ഒഴിവാക്കിയതോ വിട്ടുപോയതോ അല്ലെങ്കിൽ അലംഭാവം കാണിച്ചതോ ആയ പലതും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. പെൺകുട്ടിയുടെ വസ്ത്രങ്ങളിൽ പുരുഷ ബീജം കണ്ടെത്തിയിരുന്നു. ഈ ബീജം പരിശോധനയ്ക്ക് അയച്ചു. അത് പെൺകുട്ടിയുടെ ബാപ്പയുടേതല്ല എന്നായിരുന്നു പരിശോധനാ ഫലം. അതോടെ ആ പാവം മനുഷ്യനെ ചൂഴ്ന്നു നിന്നിരുന്ന സംശയത്തിൻ്റെ മറ നീങ്ങിക്കിട്ടി. അദ്ദേഹത്തെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം മകളുടെ മരണത്തിൻ്റെ ആഘാതം ഒരു വശത്ത്, അവളുടെ ഘാതകൻ താനാണെന്നുള്ള ആരോപണം മറുവശത്ത്. ഈ 2 കാരണങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുടുംബത്തെ വല്ലാതെ തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശോധനാ ഫലം വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു.
പക്ഷേ ഈ വിവരം, അതായത് പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയ പുരുഷ ബീജം അവളുടെ ബാപ്പയുടേതല്ലെന്നുള്ള DNA പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തൽക്കാലം രഹസ്യമാക്കി വെച്ചു. കാരണം എല്ലാവരുടെയും മുന്നിൽ അവളുടെ ബാപ്പ തന്നെയായിരുന്നു സംശയമുനയിൽ ഉണ്ടായിരുന്നത്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ വിവരം പുറത്തായാൽ യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപക്ഷെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രഹസ്യമാക്കി സൂക്ഷിച്ചു. അന്വേഷണം നിലച്ചു എന്ന തോന്നലുണ്ടാക്കി അവർ രഹസ്യമായി അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ക്രൈംബ്രാഞ്ച് രഹസ്യമായി അന്വേഷണം തുടർന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് രഹസ്യമായി നിരീക്ഷണം നടത്തി. അങ്ങനെ ഏകദേശം 10 മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവളുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് രാത്രി ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ടു. അവർ പിറ്റേന്ന് ആ സ്ത്രീയുടെ വീട്ടിലെത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആരാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എന്തിനാണ് അയാൾ രാത്രി ഇവിടേക്ക് വന്നത്? മറ്റു വഴിയില്ലാതെ ആ സ്ത്രീ കാര്യങ്ങൾ പറഞ്ഞു. സുനിൽ കുമാർ എന്നാണ് അയാളുടെ പേര്. ആളൊരു പൊതുപ്രവർത്തകനാണ്. ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ ചിലപ്പോഴൊക്കെ രാത്രി അയാൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ രഹസ്യബന്ധമുണ്ട്. ഇങ്ങനെയാണ് ആ സ്ത്രീ പറഞ്ഞത്. പിന്നെ താമസിച്ചില്ല. സുനിൽ കുമാറിനെ കുറിച്ച് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ അയാൾക്ക് പെൺകുട്ടിയുടെ വീടിനടുത്ത് കുറച്ച് പുരയിടമുണ്ടെന്നും ഇടയ്ക്കിടെ അയാൾ അവിടെ വരാറുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സുനിൽ കുമാറുമായി ബന്ധമുള്ള സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവരിൽ നിന്ന് സ്പേം എടുത്തു. ഇത് പരിശോധനയ്ക്ക് അയച്ചു. DNA പരിശോധനയിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ പുരുഷ ബീജവും ആ സ്ത്രീയിൽ നിന്ന് ശേഖരിച്ച ബീജവും ഒന്നാണെന്ന് കണ്ടെത്തി. അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയിലേക്കെത്തി. 2018 ജൂൺ 24-ന് സുനിൽ കുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു പ്രതിയായ സുനിൽ കുമാർ. നാട്ടിലെ ഏതൊരു വീട്ടിലും എന്ത് ചടങ്ങ് നടന്നാലും ആദ്യാവസാനം സുനിൽ കുമാർ മുൻപന്തിയിലുണ്ടാകും. അയാൾ ഇടയ്ക്കിടെ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ രഹസ്യവീഴ്ചയ്ക്ക് വരാറുണ്ടായിരുന്നു. മാത്രമല്ല, അവളുടെ വീടിന് പിന്നിലെ തൻ്റെ പുരയിടത്തിൽ വരുമ്പോൾ പലപ്പോഴും അയാൾ ഈ കുട്ടിയെ കണ്ടിട്ടുമുണ്ടായിരുന്നു. രാത്രി രഹസ്യവീഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ പല ദിവസങ്ങളിലും ജനാല തുറന്നിട്ട് ഈ കുട്ടി ഇരുന്ന് പഠിക്കുന്നതും സുനിൽ കുമാർ കണ്ടിട്ടുണ്ട്. അയാൾക്ക് 16 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു മോഹം തോന്നി, ഒരു ആസക്തി തോന്നി. ദിവസങ്ങളോളം നിരീക്ഷിച്ച് അവൾ രാത്രി വൈകുന്നത് വരെ ഇരുന്ന് പഠിക്കുമെന്നും ഉറങ്ങുമ്പോൾ 12 മണി കഴിയുമെന്നും ആ മുറിയിൽ അവൾ തനിച്ചാണ് കിടക്കുന്നതെന്നും അയാൾ മനസ്സിലാക്കി. അയാൾ തക്കം നോക്കി നടന്നു. ആ വീടിൻ്റെ വാതിലിന് ബലമില്ലെന്നും അയാൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കെ ഈ സംഭവം നടക്കുന്ന ദിവസം പെൺകുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ വാതിൽ തള്ളി തുറന്ന് അവളുടെ മുറിക്കകത്തേക്ക് കയറി. നിലവിളിക്കാതിരിക്കാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഇതിനിടയിൽ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. അവളുടെ ബാപ്പയുടെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കയറ് കട്ടിലിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതെടുത്ത് അവളുടെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. പിന്നെ ജീവൻ നഷ്ടപ്പെട്ട ആ കൗമാരക്കാരിയുടെ ശരീരത്തിൽ ആ നരാധമൻ തൻ്റെ കാമദാഹം തീർത്തു. അതിനുശേഷം അതേ വാതിലിലൂടെ തന്നെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. തെളിവുകൾ നിരത്തിയുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ നടന്നതെല്ലാം അയാൾ തുറന്നു പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ സുനിൽകുമാറിനെ തെളിവെടുപ്പിനായി മരിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് മുറിയിലേക്ക് കടന്നതെന്നും പിന്നീടുണ്ടായ സംഭവങ്ങളും കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട രീതിയുമൊക്കെ അയാൾ കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പ് കഴിഞ്ഞ് അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആ പെൺകുട്ടി കിടന്നിരുന്ന മുറിയുടെ വാതിലിൻ്റെ കൊളുത്ത് കേടായതായിരുന്നു. അതുകൊണ്ടാണ് പ്രതിക്ക് നിഷ്പ്രയാസം മുറിക്കുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞത്. മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തോടൊപ്പം അവളുടെ ഘാതകനെന്നുള്ള ആരോപണം കൂടി നേരിട്ട് കുറച്ചുകാലമെങ്കിലും ജീവിക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും വേദന കുറച്ചെങ്കിലും ഇല്ലാതായത് യഥാർത്ഥ പ്രതിയെ പിടികൂടിയതിനു ശേഷമാണ്. നിയമപരമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മരണപ്പെട്ട പെൺകുട്ടിയെ തിരിച്ചറിയാൻ തക്ക വിധത്തിലുള്ള ചിത്രങ്ങളോ മറ്റു സൂചനകളോ പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ സംഭവകഥ ഇത്തരത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത്.